നടന്നു കയറി വന്നെങ്കിലും ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്ന പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. സാധാരണ നടുവേദനയായിട്ടാണ് കണ്ടിരുന്നുള്ളൂ. ഡോക്ടർ ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ ട്യൂമർ ഉണ്ടോ എന്ന് ഒരു സംശയം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഫീല്. ഡോക്ടർ എനിക്ക് തന്ന ധൈര്യമാണ് നടക്കാനും. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി. എണീറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് ജെസ്സി, രാമപുരമാണ് എൻ്റെ സ്ഥലം. നടുവിന് വേദനയായിട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ ടോം ജോസിനെയാണ് കണ്ടത്. വരുമ്പോൾ എനിക്ക് നടന്നു കയറി വന്നെങ്കിലും ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്ന പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. അന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആവുകയും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം, നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് ഞാൻ റെഡിയായിരുന്നു. ഓപ്പറേഷന് വേണ്ടിയിട്ട് അന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആവുകയും, കാരണം തിരിച്ചൊരു യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാനിവിടെ വന്നത്. കാരണം ഒരു സാധാരണ നടുവേദനയായിട്ടാണ് ഞാൻ കണ്ടിരുന്നുള്ളൂ. കാരണം ഇടയ്ക്ക് ഇങ്ങനെ നടുവേദന ഉണ്ടാകാറുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ ഒരു വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായതിനാൽ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ആണെന്ന് വിചാരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോയത്. പിന്നെ ഈ ബെൻഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ അല്ല എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ വരുന്നതും ഡോക്ടറെ കാണുന്നു. ഡോക്ടർ ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിക്ക് നമ്മൾ റെഡിയായി അന്ന് തന്നെ ഇവിടെ അഡ്മിറ്റായി. 2 ദിവസത്തിനകം ചെയ്യാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നപ്പം അതിൽ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവൊക്കെ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ കാൽസ്യം നമുക്ക് അസ്ഥിയിൽ കാണേണ്ടത് ബ്ലഡിലേക്ക് വന്നത് എന്തുകൊണ്ടെന്ന് ഡോക്ടർ ഇങ്ങനെ വെച്ചാൽ നമുക്ക് അന്ന് തന്നെ എനിക്കൊരു MRI സ്കാൻ ചെയ്യുകയും സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ ട്യൂമർ ഉണ്ടോ എന്ന് ഒരു സംശയം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. സംശയം ആണ്, എന്നാലും ഡോക്ടർ സംശയമായിട്ടാണ് എന്നോട് പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഫീല്. പിന്നെ അതുമായിട്ടങ്ങ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് ചോദിച്ചു, അങ്ങനെ ട്യൂമർ ആകുമ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നോട് എങ്ങനെ ഓപ്പറേഷൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ പറയും പോലെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ജെസ്സി റെഡി ആണെങ്കിൽ ഞാനും റെഡി എന്ന് പറഞ്ഞു. ഇച്ചിരി താമസം വരും, കാരണം ബ്ലഡും എല്ലാം നോർമലായി വരണമല്ലോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. നമ്മൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് 2-3 ദിവസത്തിൻ്റെ ഒരു താമസം വരുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇവിടെ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നീക്കി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയും, ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടറുടെ ഒറ്റ ധൈര്യം എനിക്ക് തന്നതുകൊണ്ടാണ്. കാരണം പെട്ടെന്നൊരു ട്യൂമർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഒരു മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുമല്ലോ. പക്ഷെ ആ തളർച്ച എനിക്ക് ഉണ്ടായില്ല. ഡോക്ടറുടെ ധൈര്യത്തിൽ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പം ഞാൻ സന്തോഷവതിയാണ്. ഇപ്പം ക്യാൻസർ തന്നെയായിരുന്നു, തുടർച്ച ഇപ്പം ഹീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എണീറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും ഞാനിപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്കൊരു ബെൽറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു 6 മാസക്കാലത്തോളം അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ആ ബെൽറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഓപ്പറേഷന് ശേഷം ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ഹീമോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഡോക്ടർ മനോജാണ് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഡോക്ടർ പറഞ്ഞത് അന്ന് ടോം ഡോക്ടർ ധൈര്യപൂർവ്വം എനിക്ക് ഈ ഓപ്പറേഷൻ നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് എണീറ്റ് നടക്കാനും ഇപ്പം ഇത്രയും ആയത്. കാരണം ആരും തന്നെ ഇങ്ങനെ ട്യൂമറാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ധൈര്യപ്പെടില്ല. അന്ന് ടോം ഡോക്ടർ എനിക്ക് തന്ന ധൈര്യമാണ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് തന്ന ധൈര്യം. എനിക്കന്നതൊരു ഉണർവായി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി. താങ്ക് യു ടോം ഡോക്ടർ. താങ്ക് യു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ.